ഇപ്പോൾ ഈ ഇന്നലെ ഇ.ഡി. കയറിയ വീട്ടിലെ ആളുകളുടെ ബന്ധം അതോട് ഇന്നോടുകൂടി അവസാനിക്കുന്നില്ല. അത് ജീവിതകാലം മുഴുവനുള്ള ബന്ധങ്ങളാണ്. അതുപോലെ പല ബന്ധങ്ങളും നമുക്കൊക്കെ ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും, എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. ഇന്നലെ കോഴിക്കോട് നഗരത്തിൽ വളരെ മുമ്പ് തന്നെ, കോളേജ് പഠനകാലം മുതൽക്കും അതിനു മുമ്പ് തന്നെ പരിചയമുള്ള സുഹൃത്തുക്കളുടെ, കുടുംബ സുഹൃത്തുക്കളുടെ വീടുകളിലും ഓഫീസിലുമൊക്കെ ഇ.ഡി. രാവിലെ മുതൽ രാത്രി വരെ റെയ്ഡ് ചെയ്ത് അവരെയൊക്കെ ചോദ്യം ചെയ്ത വിവരം നിങ്ങൾക്ക് അറിയാം എന്നുള്ളതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇതിനു മുമ്പ് നിയമാനുസൃതമായി ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിൽ ടി വീണ കരാർ പ്രകാരം സേവനം നൽകി അക്കൗണ്ടിലൂടെ പണം വാങ്ങിയ വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളും ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ വന്നിരുന്നു. അതിനോട് പൊതുവേ നിയമപരമായി നേരിടാനുള്ള തീരുമാനം കൈക്കൊണ്ടതിൻ്റെ ഭാഗമായി പ്രതികരിച്ചിട്ടില്ല. കാരണം നിയമപരമായി നേരിടുന്ന ഒരു വിഷയത്തിൽ കയറി ഓരോ കാര്യങ്ങളിലും ഓരോ വരുന്ന വാർത്തകളിലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ല നമുക്കറിയാം. അതുകൊണ്ട് പ്രതികരിച്ചിരുന്നില്ല. അക്കൗണ്ടിലൂടെ കൈപ്പറ്റിയ പണം സേവനം നൽകിയെന്ന് നൽകിയവരും പറഞ്ഞു, സേവനം കൊടുത്തവരും പറഞ്ഞൊരു വിഷയത്തിൽ ഒരുപാട് വിഷയങ്ങൾ മുന്നോട്ട് പോയി. അതിനുശേഷം റെയ്ഡുകൾ നടന്നു. ഗവൺമെൻറ് മാറി പുതിയ ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ റെയ്ഡുകൾ നടന്നു. കോഴിക്കോട് റെയ്ഡ് നടന്നു. റെയ്ഡിൽ ഒന്നും തന്നെ നിയമവിരുദ്ധമായ ഒരു കാര്യം തന്നെ കിട്ടിയില്ല. തിരുവനന്തപുരത്തും കിട്ടിയില്ല, കോഴിക്കോടും കിട്ടിയില്ല. ആ റെയ്ഡിൻ്റെ സമയം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ റെയ്ഡിൻ്റെ സമയത്ത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെഷീൻ ഉള്ളോട്ട് കൊണ്ടുപോയപ്പോൾ അതാ നോട്ടുകൾ പിടിച്ചു കിട്ടി, നോട്ടെണ്ണുന്ന മെഷീനാണത് എന്ന വാർത്തകൾ ഉൾപ്പെടെ വന്നിരുന്നു. അപ്പോൾ ഒരു നിയമവിരുദ്ധമായ ഒരു സംഗതി ഒന്നും കിട്ടിയിട്ടില്ല. അതെന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിലുള്ളൊരു സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ ഇതാ ഒരു പുതിയ സ്ഥാപനം ലൈക്കർ എന്ന സ്ഥാപനം തുടങ്ങിയെന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്നു. അതൊരു പുതിയ സ്ഥാപനമൊന്നുമല്ല. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നോമിനേഷൻ പേപ്പർ നോക്കിയാൽ മതി. എന്തെങ്കിലും ഒളിച്ചു വെച്ച് തുടങ്ങിയ ഒരു സ്ഥാപനമല്ല, പരസ്യപ്പെടുത്തിയാണ് നോമിനേഷനിൽ എഴുതിയ സ്ഥാപനമാണ്. വീണ എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. അവർ ഒരു ബിസിനസ് നടത്തരുത് എന്ന് ഭരണഘടനാപരമായി ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ അവരുടെ കുടുംബ പശ്ചാത്തലത്തിൻ്റെ ഭാഗമായി സർക്കാരിനെ സ്വാധീനിച്ചോ മറ്റു സ്വാധീനങ്ങളിലൂടെയോ ബിസിനസ് നടത്തുന്നതാണ് തെറ്റ്. അതും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ പിന്നീട് നടന്നു. ഒരുപാട് അസംബന്ധങ്ങളും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചു. ഞാൻ അതിന് ഓരോന്നിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയമായും നിയമപരമായും ഇത്തരം കാര്യങ്ങൾ നേരിടാൻ തീരുമാനിച്ചിരിക്കുക. നിയമപരമായി നേരിടാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ ഓരോ ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾക്കും ഞാനിപ്പോൾ ഇവിടെ മറുപടി പറയില്ല, നിയമപരമായി തന്നെ മറുപടി പറയാം. ഇതിൽ വളരെ മാന്യമായും നിയമപരമായും ദീർഘകാലമായി ബിസിനസ് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൾ, കോളേജ് കാലം മുതലുള്ള എൻ്റെ സുഹൃത്തുക്കളെ ഇവിടെ രാവിലെ മുതൽ രാത്രി വരെ ഈ റെയ്ഡിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്തിരിക്കുകയാണ്. നിയമപരമായും മാന്യമായിട്ടാണ്. അവരെ പറ്റി നിങ്ങൾക്കൊക്കെ അന്വേഷിച്ച് അറിയും. കോഴിക്കോട് ദീർഘകാലമായി ബിസിനസ് ചെയ്യുന്നവരാണ് അവരൊക്കെ. എല്ലാ വിഭാഗം ആളുകളുമായിട്ട് നമുക്കൊക്കെ ബന്ധമുണ്ട്. അത് പഠനകാലത്തെ ബന്ധമുണ്ട്, സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ബന്ധമുണ്ട്. ഇവരൊക്കെ ഏതെങ്കിലും പാർലമെൻ്ററി സ്ഥാനത്ത് ഞാൻ വന്നപ്പോൾ അതിന് ശേഷമുണ്ടായ ബന്ധമല്ല. ഞാൻ MLA ആവുന്നതിന് മുമ്പും ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും അതിന് ശേഷമൊക്കെ ഉള്ള ബന്ധങ്ങളാണ്. അതിന് മുമ്പുള്ള ബന്ധമുണ്ട്. അപ്പോൾ അത് എത്രയോ കാലമായിട്ടുള്ളതാണ്. അവരൊക്കെ അറിയുന്നവരാണ് ഈ കോഴിക്കോട്. അവരൊക്കെ മാന്യമായി
ബിസിനസ് ചെയ്യുന്നവർ, നിയമപരമായി ബിസിനസ് ചെയ്യുന്നവർ. അപ്പോൾ ഒരു പുകമറ സൃഷ്ടിച്ച് ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടത്തും. ഇ ഡിയെക്കുറിച്ച് അതിനെ ഉപയോഗിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞാണ്, പല നിലയിലും കാര്യങ്ങൾ പറഞ്ഞാണ്. കേരളത്തിൽ ഇപ്പോൾ നമുക്കൊക്കെ ബന്ധങ്ങളുള്ള പല മേഖലയിലുള്ള ആളുകളുണ്ട്, തൊഴിലാളികളുണ്ട്, മറ്റു മേഖലകളിലുള്ളവരുണ്ട്, വ്യവസായികളുണ്ട്, ബിസിനസ്സുകാരൊക്കെ ഉണ്ട്. സ്വാഭാവികമാണ്. പലരായിട്ട് ബന്ധമുണ്ട്, ഇനിയും ബന്ധമുണ്ടാവും. ഇപ്പോൾ ഈ ഇന്നലെ ഇ ഡി കയറിയ വീട്ടിലെ ആളുകളുടെ ബന്ധം അതോട് ഇന്നോടുകൂടി അവസാനിക്കുന്നില്ല. അത് ജീവിതകാലം മുഴുവനുള്ള ബന്ധങ്ങളാണ്. അതുപോലെ പല ബന്ധങ്ങളും നമുക്കൊക്കെ ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും, എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. അത് പൊതുവേ നമുക്കറിയുന്ന കാര്യമാണ്. ഇവിടെ ഇ ഡി കേരളത്തിൽ പൊതുവേ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഏത് കേസിനെ പ്രസ് ചെയ്യുന്നുണ്ട്, ഏത് കേസിനെ എടുക്കുന്നുണ്ട് എന്ന് പ്രസ് ചെയ്യാതെ പോകുന്നുള്ളതൊക്കെ ചർച്ച ചെയ്തതാണ്. ഇന്നലെ ഗോവിന്ദൻ മാഷും CPM ജില്ലാ സെക്രട്ടറിയൊക്കെ പറഞ്ഞാൽ അതിലേക്ക് പോകുന്നില്ല.